ഹായ് ഫ്രണ്ട്സ്, നമുക്കിത് വായിച്ച് നോക്കാം. ശത്രുവിനെ നമുക്ക് ജയിക്കണമെങ്കിൽ പരാജയപ്പെടുമ്പോഴും എളിമപ്പെടേണ്ടി വരുമ്പോഴും നഷ്ടങ്ങൾ സഹിക്കേണ്ടി വരുമ്പോഴും കുറ്റപ്പെടുത്തുമ്പോഴും നമ്മുടെ ഉള്ളിൽ തല ഉയർത്തുന്ന സാത്താൻ്റെ സ്വഭാവങ്ങളെ നാം തിരിച്ചറിയുകയും ഫലപ്രദമായി അവയെ അതിജീവിക്കുകയും ചെയ്യണം. ദ്രോഹവും പീഡനവും അപമാനവും നിന്ദനവും അനീതിയും സഹിക്കേണ്ടി വരുന്നത് ആത്മീയമായി വളരുവാൻ ആഗ്രഹിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം നേട്ടങ്ങൾ തന്നെയാണ്. അപ്പോൾ ശത്രു നമ്മെ കീഴടക്കാൻ നാം അനുവദിക്കരുത് എന്ന് മാത്രം. ആ നാളുകളിൽ നമ്മുടെ ഉള്ളിലെ ശത്രുവിനെ മറിഞ്ഞിരിക്കാനാവില്ല. കഷ്ടതയുടെയും പരാജയത്തിൻ്റെയും അവസരങ്ങളിൽ നിരാശയും അസൂയയും വെറുപ്പും എന്നുവേണ്ട നമ്മുടെ ഉള്ളിലുള്ള ഒരു പരിധിവരെ എല്ലാ തിന്മകളും പുറത്തു വരിക തന്നെ ചെയ്യും. തിരിച്ചറിവിൻ്റെയും വിശദീകരണത്തിൻ്റെയും നാളുകളാക്കി നാം അവയെ മാറ്റണം. അങ്ങനെ ശത്രുവിനെ നമുക്ക് ജയിക്കാനാവും. വായന ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഓക്കെ, താങ്ക് യു.